ഇരുണ്ട കാലമോ എന്നാണ് ചോദ്യം. ഇരുണ്ട കാലം എന്ന ചോദ്യം ഇടാൻ തന്നെ കാരണം ഇരുണ്ട കാലം എന്നൊരു ടാഗ്ലൈൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എടുത്ത് സർക്കാർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലും ലോഡ് ഷെഡിംഗ് ഒന്നും ഇല്ലാത്ത ഒരു തലമുറ ഇവിടെയുണ്ടെന്നും ലോഡ് ഷെഡിംഗ് കാണാത്ത ഒരു തലമുറയുണ്ടെന്നും ലോഡ് ഷെഡിംഗ് എന്താണെന്ന് അറിയാത്തൊരു തലമുറയുണ്ട് എന്നുള്ളതും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രചാരണ വാചകമാണ്. അപ്പോൾ അതായത് ഈ 10 വർഷത്തിന് മുൻപുള്ള 5 വർഷം ഒരു ഇരുണ്ട കാലമായിരുന്നു. ഇരുണ്ട കാലം എന്നല്ല, ഇരുണ്ട യുഗം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ കാവൽ സർക്കാരിൻ്റെ ഭരണകാലാവധി കഴിയുന്ന ഘട്ടത്തിൽ ഒരു ഇരുണ്ട കാലത്തിലേക്ക്, അത് ദീർഘമാകാതിരിക്കട്ടെ, കുറച്ചു കാലത്താണെങ്കിൽ ഒരു ഇരുണ്ട സമയമാണിത്. അപ്പോൾ ആ ഇരുണ്ട കാലത്തിൽ ഇവിടെ നടത്തിയിരിക്കുന്ന ലോഡ് ഷെഡിംഗ് ആണ് എന്ന് സമ്മതിക്കാൻ കഴിയാത്തത് പോലും ഒരുപക്ഷെ രാഷ്ട്രീയമായി അല്ല പറയട്ടെ ലോഡ് ഷെഡിംഗ് ആണ് എന്ന് സമ്മതിക്കാൻ കഴിയാത്തത് പോലും ഇപ്പോൾ ഈ പറഞ്ഞ ഇങ്ങനെ ഒരു പ്രചാരം സുനിൽ ജനാധിപത്യ രീതിയിൽ ചർച്ച നടത്തട്ടെ. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് ഞാനത് പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. സുനിൽ പറയട്ടെ. ലോഡ് ഷെഡിംഗ് ഒരു മിനിറ്റ്. ലോഡ് ഷെഡിംഗ് സുനിൽ പറയട്ടെ. സംസാരിക്കുമ്പോൾ ഈ ഒരു ഗുണമുണ്ട്, നമുക്ക് പറയാം. ലോഡ് ഷെഡിംഗ് എന്നാൽ എന്താണ്? ലോഡ് ഷെഡിംഗ് അങ്ങ് പറഞ്ഞ പോലെ വീടുകളിൽ കൃത്യസമയത്ത് നിശ്ചിത സമയത്ത് നിങ്ങളുടെ കറണ്ട് പോകുമെന്ന് അറിയിക്കും, സർക്കാർ അറിയിക്കും. ഓരോ സ്ഥലത്തും ഓരോ സമയമായിരിക്കും. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് കറണ്ട് ഉണ്ടാവില്ല എന്നറിയിക്കും എന്നാണ് ലോഡ് ഷെഡിംഗ്. പവർ എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അവർക്ക് 20% കുറച്ച് ഉപയോഗിക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. അതാണ് ഈ പവർ കട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടുമല്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണ്, ഈ ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത് കൃത്യസമയമാകുമ്പോൾ കറണ്ട് പോകുന്നുണ്ട്, പക്ഷേ അറിയിച്ചിട്ടില്ല സർക്കാർ. അതുകൊണ്ടാണ് ഇത് ലോഡ് ഷെഡിംഗ് അല്ല എന്ന് പറയുന്നത്. ലോഡ് ഷെഡിംഗ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഞങ്ങളുടെ കാലത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടില്ലല്ലോ എന്ന ഒരു പ്രചാരണം നടത്തിയ ഒരു സർക്കാരിന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോഡ് ഷെഡിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ലോഡ് ഷെഡിംഗ് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ KSEBിയിലെ ജീവനക്കാരോട് നമ്മൾ രഹസ്യമായി സംസാരിക്കുമ്പോൾ അവർ ഓഫ് ദ റെക്കോർഡായി പറയുന്നുണ്ട്. സംഭവം അത് തന്നെയാണ്, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. പറയട്ടെ, വസ്തുവിരുദ്ധമാണ് അങ്ങനെ തീരുമാനിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം, വസ്തുവിരുദ്ധമാണ് എങ്ങനെ ന്യായീകരിക്കുക? സമയത്ത് 10 വർഷത്തെ കാലത്തെ സാഹചര്യം പറഞ്ഞിട്ടാണ്. അതെനിക്ക് പറയാനുള്ള സമയമുണ്ട്. 5 വർഷത്തെ കുറിച്ച് എനിക്ക് പറയണ്ട. അരുണല്ല, സുനിൽ എങ്ങനെ പറയാതിരിക്കൂ? ഈ പവർ കട്ട് അല്ല, ഈ പറയുന്ന ലോഡ് ഷെഡിങ് AC-കൾ ഉപയോഗിക്കുമ്പോൾ ഗ്രിഡ് ബാലൻസ് ചെയ്യാൻ ലോഡ് നിയന്ത്രിക്കും. അത് പ്രാദേശികമായി ഇപ്പോൾ ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ പറയുന്നത് ഡ്രിപ്പ് ആവുകയാണ് എന്ന വാക്കാണ്. അത് തന്നെ അങ്ങോട്ട് ഡ്രിപ്പ് ആവുകയല്ല, പ്രാദേശികമായി തീരുമാനിക്കുകയാണെന്നേ. ഇതാ ഇത്രയും സമയം ഇവിടെ ഇപ്പോൾ കൊടുക്കണ്ട, അല്ലെങ്കിൽ പണിയാവുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വല്ലാത്ത ഉപഭോഗം കൂടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ യുദ്ധകാലമായതുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ പവറിന് ബുദ്ധിമുട്ടുണ്ട്, ഊർജ്ജ പ്രതിസന്ധി വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലേക്ക് കൂടുതലായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രാത്രി വന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാകുന്ന കാര്യമല്ല. ജനങ്ങളെ സംബന്ധിച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ AC ഉപയോഗിക്കുന്നു പറയുമ്പോൾ അങ്ങനെ അല്ലാത്ത ജീവിതങ്ങളെയും കൂടി കാണണ്ടേ, സാധാരണ വീടുകളെ കാണണ്ടേ? ഇപ്പോൾ പാമ്പ് കടിയേറ്റ് കുറേ പേർ മരിച്ചു വീഴുന്ന കണക്ക് ഞാൻ പറയുന്നില്ല. ഈ ഇടത് സർക്കാരിൻ്റെ കാലത്താണ് ഭയങ്കരമായ പാമ്പ് കടി കൂടിയത് എന്നൊരു കണക്കൊന്നും ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. സർപ്പയൊക്കെ വന്ന ശേഷം വലിയ രീതിയിൽ അത് കുറഞ്ഞിട്ടുണ്ട്, പാമ്പുകളെ പിടികൂടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് നമ്മളൊരു വീട് കണ്ടു. തിരുവനന്തപുരത്ത് ദീക്ഷിത് എന്ന ഒരു കുട്ടി മരിച്ചല്ലോ. ആ വീട് കണ്ടു. ആ വീടിൻ്റെ അവസ്ഥ കണ്ടല്ലോ. ബോർഡ് കൊണ്ട് നിർമ്മിച്ച വീടാണ്. ആസ്ബറ്റോസ് പാകിയിരിക്കുന്ന വീടുകളൊക്കെ കെട്ടിടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വീട് എന്ന് പറഞ്ഞാൽ ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പ്ലൈവുഡ് അതാണ്. അതിങ്ങനെ ദ്രവിച്ച് അതിന്റെ ഓട്ടകളിൽ കൂടി ഇങ്ങനെ ദ്വാരങ്ങളിൽ കൂടി പാമ്പ് കയറിപ്പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള ഈ വലിയ വീമ്പിളക്കത്തിനിടയിൽ ഇങ്ങനെയുള്ള ജീവിതങ്ങളും ഇവിടെയുണ്ട്. ആ ജീവിതങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ മുന്നിലുണ്ട്. ആ മണ്ണിലാണ് അവർ കടന്നിരുന്നത്. അപ്പോൾ ഈ നിലത്ത് കിടക്കുന്നവർക്കാണ് പാമ്പ് കടിയേക്കുന്നത്. ആ ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു പോകാതിരിക്കും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഈ AC ഉപയോഗിക്കുന്നതിന്റെ AC ഉപഭോഗത്തിന്റെ കണക്കൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലാത്ത ജീവിതങ്ങൾ ഇവിടെ ഈ ചൂടത്ത് കഴിയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ, ഇത് അതിനു മുമ്പ് ഒരു കരാർ ഏർപ്പെട്ടിരുന്നു. അത് ആര്യാട് മുഹമ്മദിന്റെ കാലത്ത് ഒരു കരാർ ഉണ്ടായിരുന്നു. ആ കരാർ ഇല്ലാതാക്കിയതാണ് വലിയ വിഷയം എന്നുള്ളൊരു കാര്യം നിൽക്കുന്നുണ്ടോ? അന്ന് പറയട്ടെ അത് നോക്കട്ടെ. 4 രൂപ 29 പൈസയ്ക്കാണ് ആ കരാർ ഉണ്ടാക്കിയിരുന്നത്. ആ കരാറിൽ അഴിമതിയുണ്ട് എന്നൊരു ആരോപണം ഉയർന്നു. ശരി, അഴിമതിയുണ്ട്. അന്ന് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ അത് നടപടിക്രമം പാലിച്ചല്ല എന്ന വിമർശനം ഉയർത്തിയോടുകൂടിയാണ് ആ കരാർ റദ്ദാക്കുന്നത്. പക്ഷേ റദ്ദാക്കുന്നതിന് മുമ്പ് വേറെയും ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. റദ്ദാക്കുന്നതിനപ്പുറം അതിൽ വന്നിരിക്കുന്ന പിഴവുകൾ നികത്തിക്കൊണ്ട്, അത് ഡീവിയേഷൻസ് വരുത്തിക്കൊണ്ട് അതിൽ തന്നെ തുടരാൻ കഴിയുമായിരുന്നു. കാരണം അത് 25 വർഷത്തെ കരാറാണ്. യഥാർത്ഥത്തിൽ ആ കരാറുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കത് കിട്ടിയിരുന്നേനെ.
പകരം അത് റദ്ദാക്കി എന്നിട്ട് എന്ത് ചെയ്തു, മറ്റു കരാറിലേക്ക് പോകാൻ നോക്കി. അപ്പോൾ അതിലേക്കും ഇരട്ടി വിലയാണ്, വാങ്ങാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ മറ്റു കരാർ സാധ്യമാണോ എന്ന് പരിശോധിക്കാതെ അത് നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് അന്ന് പിണറായി വിജയൻ തന്നെ സഭയിലൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിച്ചതാണ്. അപ്പോൾ ഈ 4 രൂപ 29 പൈസ കരാർ വലിയ അഴിമതിയാണെന്ന് പറഞ്ഞ് ആ അഴിമതിയിൽ അന്വേഷണം നടത്താമായിരുന്നു, അതിൽ തന്നെ ചില തിരുത്തലുകൾ വരുത്താമായിരുന്നു. അങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നതിന് പകരം ആ കരാർ റദ്ദാക്കി പകരം ഒരു കരാറിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയ വിഷയമുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ശരിയാണ്, വൈദ്യുതി ലഭ്യത രാജ്യത്താകെ തന്നെ കൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, വിപണി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ അനുകൂല ഘടകങ്ങളായിട്ടുണ്ട്. കൂടുതൽ പൈസ ചെലവാക്കിയിട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കി എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ നേട്ടം മാത്രമായിട്ടല്ല, സാങ്കേതികമായി നമ്മൾ മുന്നേറുന്നതിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി പറയുന്ന റെഗുലേറ്ററി കമ്മീഷൻ എന്താണ്? റെഗുലേറ്ററി കമ്മീഷൻ KSEBിയുടെ പിഴവുകൾ നികത്താനുള്ള ഏജൻസിയാണ്. അതൊരു ജുഡീഷ്യൽ ബോഡിയാണ്. ആ ഏജൻസിയിലെ അംഗങ്ങൾ രാഷ്ട്രീയ അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഇടത് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന അംഗങ്ങൾ തന്നെയാണ് അതിലുള്ളതെന്നേ. അപ്പോൾ അതിലെ വിമർശനങ്ങൾ കൂടി വളരെ പ്രധാനമായി നോക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന ശേഷം റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോക്കൂ. ഈ 2024-ലും 2025-ലും ഒക്കെ 2024 നല്ല ചൂടുണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ നമ്മൾ അടുത്ത വർഷം ചൂട് കൂടുമെന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയതാണ്. അപ്പോൾ അതിലെന്ത് മുന്നൊരുക്കം നടത്തിയെന്നുള്ളതാണ്. കമ്മീഷൻ നോട്ട്സ് ദാറ്റ് internal mechanism comprising core committee and operations committee with officials from various heads of functional units formed by KSEBL to manage the critical power situation of the state after appraising the techno-financial aspects in compliance with the direction of the commission need to be more meticulous and analytical in asserting the ground reality and making recommendations neither from the petition nor from the pleading during the hearing. Evidence of proper application of mind by various functional heads is റിവീൽഡ്. അപ്പോൾ ഇതിലൊരു കൃത്യമായ അന്വേഷണം പരിശോധന ഉണ്ടായിട്ടില്ല, തല ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഈ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പറയുകയാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇനിയിപ്പോൾ പറയുന്നത് നമ്മൾ സോളാറിലേക്ക് കുറേ മാറി എന്നുള്ള കാര്യം ശരിയാണ്. സോളാറുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കുറേ വീടുകൾ തന്നെ സോളാർ എനർജിയിലേക്ക് മാറിയിട്ട് അത് പോസിറ്റീവായ കാര്യമാണെന്ന് പറയുമ്പോഴും പകൽ വൈദ്യുതി പാഴാകുന്നു എന്നതും റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന വിമർശനമാണ്. എന്താണ്? ഈ സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദനം കൂടിയാൽ പകൽ KSEBിക്ക് കിട്ടുന്ന വൈദ്യുതി ഉപയോഗിക്കാനാകാതെ വരികയാണ്. അത് സ്റ്റോർ ചെയ്യാനുള്ള ഈ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പറയുന്ന ബാറ്ററി സ്റ്റോറേജ് നിലയങ്ങൾ, അതാണ് ഈ ബാറ്ററി സ്റ്റോറേജ് നിലയങ്ങളില്ല. അപ്പോൾ അതേക്കുറിച്ച് എന്താണ് ആലോചിക്കുന്നത്? ഇപ്പോൾ സോളാറിലേക്ക് പോകുമ്പോൾ അതിൽ കൂടി ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാകും. ഏതാണ്ട് 500 മുതൽ 1500 മെഗാവാട്ടിന്റെ ഈ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ഇപ്പോൾ കാസർഗോഡ് വരാൻ പോകുന്നു. നോക്കൂ, വരാൻ പോകുന്നതിനെ കുറിച്ച് അങ്ങ് സംസാരിക്കേണ്ട. ഇനി അടുത്ത സർക്കാരിനാണല്ലോ വരുത്താൻ പറ്റുക, അല്ലേ? അതായത് ഒരു സർക്കാരിൽ നിന്ന് അടുത്ത സർക്കാരിലേക്ക് മാറുമ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഒരു കാലത്ത് തുടങ്ങുകയും അടുത്ത കാലത്ത് പൂർത്തിയാകുകയും ചെയ്യുമ്പോൾ അത് ഞങ്ങളുടെ നേട്ടമെന്ന് ഈ പൂർത്തിയാക്കിയവർ പറയുന്നു. തുടങ്ങിയത് ഏത് കാലത്താണെന്നുള്ള വിഷയം മാറുന്നു. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴായി കാണുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യത്തെ മുൻകൂട്ടി കാണാൻ എന്തുകൊണ്ട് KSEBിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് KSEBിയെ വിമർശിക്കേണ്ട സംവിധാനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തരത്തിൽ ഇത് തിരിച്ചറിയേണ്ടതായിരുന്നു. 2024 തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞതാണ്. അത് പരിശോധിച്ചിട്ടില്ല. ബാറ്ററി സ്റ്റോറേജ് നിലയങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഈ സോളാർ എനർജി വൈദ്യുതി പകൽ പാഴാവുകയാണ് ചെയ്യുന്നത്. രാത്രി സമയത്ത് നോക്കൂ, രാത്രി സമയത്ത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ വൈകുന്നേരം 6 മുതൽ 11 വരെ പീക്ക് അവറാണ്. ഈ സമയങ്ങളിൽ ഉപഭോഗം കുറയ്ക്കൂ എന്ന് നിങ്ങൾ പറയുകയാണ്. ആ ഉപഭോഗം കുറയ്ക്കൂ എന്ന് പറയുന്ന സമയത്ത് ആളുകൾ ജോലി കഴിഞ്ഞൊക്കെ വീട്ടിലെത്തുന്ന സമയമായിരിക്കും. നല്ല വിയർത്ത് കുളിച്ച് വരുമ്പോൾ AC ഉപയോഗിക്കരുതെന്ന് പറയും. എല്ലാ വീട്ടിലും AC ഉണ്ട് എന്നുള്ളതുകൊണ്ടല്ല, AC ഉപയോഗിക്കരുതെന്ന് പറയുന്നു. പിന്നെ എന്താണ്, മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കരുത്, കൂടുതൽ കറണ്ട് പറയുന്നത് മോട്ടോർ ഉപയോഗിക്കരുത്, AC ഉപയോഗിക്കരുത്, മോട്ടോർ ഉപയോഗിക്കരുത്, അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ചാർജ് ചെയ്ത് അയൺ ബോക്സ് ഉപയോഗിക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതവിടെ ഒരു വസ്തു പറയുന്നു. പക്ഷേ നമുക്ക് എപ്പോഴൊക്കെയാണ് ഇപ്പോൾ വൈദ്യുതി കട്ട് അനുഭവിക്കുന്നത്? 11 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ 11 മണി തൊട്ട് 3 മണി വരെ പലപ്പോഴും ഇതിനിടയ്ക്ക് പലപ്പോഴായി പോകുന്നുണ്ട്. പല സ്ഥലത്തു നിന്നായി പരാതി വരുന്നുണ്ട്. ഇപ്പോൾ AC ഉള്ളവരുടെ കാര്യം മാത്രം ആലോചിക്കരുത്. ഈ ചൂടത്ത് വീടിൽ കുടിലുകളിൽ അല്ലെങ്കിൽ ചെറിയ വീട്ടിലെ സംവിധാനത്തിൽ ഈ ആസ്പെറ്റോസ് ഷീറ്റൊക്കെ വിരിച്ച വീടുകളിൽ വന്ന് കിടന്നുറങ്ങുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഉറങ്ങുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണെന്നേ. 2 ദിവസം കഴിഞ്ഞാൽ മഴ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മഴ എത്തിയാൽ നല്ലത്. പക്ഷേ ഇതുവരെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതിപ്പോൾ
ഈ പറയുന്ന പെട്ടെന്ന് സംഭവിച്ചു പോകുന്നതാണ്, അല്ലാതെ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റില്ല. അത് ചെയ്യുന്നത് തന്നെയാണ് എന്ന് KSEBിയിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് നേരത്തെ മധ്യപ്രദേശുമായും പഞ്ചാബുമായിട്ട് കരാറുണ്ടായിരുന്നു. മഴക്കാലത്ത് തിരിച്ചു കൊടുക്കാമെന്നുള്ള കരാറുണ്ടായിരുന്നു വൈദ്യുതി. അപ്പോൾ ആ കരാർ ഈ ഏപ്രിൽ മാസത്തെ അവസാനിച്ചു. ആ കരാർ അവസാനിക്കാൻ പോവുകയാണ് എന്ന തിരിച്ചറിവ് കൂടി വേണ്ടേ? ഇത് കരാർ അവസാനിക്കുന്നു, നമുക്ക് അടുത്ത ഘട്ടത്തിൽ മറ്റൊരു സംസ്ഥാനവുമായി കരാറില്ല എന്ന കാര്യം കൂടി ബോധ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് വന്നിട്ടില്ല എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇരുണ്ട യുഗം എന്ന് പറയുന്നില്ല, ഇരുണ്ട കാലം അത് കൂടിപ്പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ വാദം നിങ്ങളെ തിരിച്ചടിക്കുന്നു എന്നിടത്താണ് ഈ പേര് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം തന്നെ ഉയർന്നു വരുന്നത്. ഇരുണ്ട കാലമാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ദിവസങ്ങൾ എന്തായാലും ഇരുണ്ട കാലമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്നുള്ളതാണ്. Meet the editors.